എൻ.സി.പിയുടെ കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചതിനു പിന്നിൽ പല കാരണങ്ങളുണ്ട്. ശശീന്ദ്രനോടാണ് പിണറായിക്കും CPM-നും താൽപര്യ കൂടുതൽ. എന്നാൽ എൻ.സി.പി രാഷ്ട്രീയമായി മന്ത്രിമാറ്റ ആവശ്യം ഉന്നയിക്കുന്നതോടെ ഈ ആവശ്യം സർക്കാരിന് അംഗീകരിക്കേണ്ടി വരും. എന്നാൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിനെതിരെ പരാതികൾ ഉയർന്നതാണ് ഉടൻ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് പിണറായി പിൻവാങ്ങിയത്. പ്രധാനമായും മുഖ്യമന്ത്രിക്ക് മുന്നിൽ രണ്ട് കാരണങ്ങൾ എത്തിയെന്നാണ് മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എൻ.സി.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ നീക്കങ്ങളിലുള്ള നീരസമായിരുന്നു ഒരു കാരണം. മന്ത്രിസ്ഥാനം നൽകരുതെന്ന് അടുത്ത ബന്ധുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. പ്രധാനമായും സാമ്പത്തിക ആരോപണങ്ങളാണ് തോമസ് കെ തോമസിനെതിരെ ഉയർന്നിരിക്കുന്നതും. മുഖ്യമന്ത്രിയും സഹോദരനുമായ തോമസ് ചാണ്ടിയുടെ വസ്തുവകൾ വിട്ടു നൽകുന്നില്ല, കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ നൽകുന്നില്ല തുടങ്ങിയ പരാതികളാണ് ഉള്ളതെന്ന് അവരോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പറയുന്നതായാണ് പത്രവാർത്ത. തോമസ് കെ തോമസിനെതിരെ സാമ്പത്തിക ആരോപണം നിലനിൽക്കുന്നുണ്ടെന്ന വിവരം ദേശീയ പ്രസിഡന്റ് ശരത് പവാറിനെ അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി PC ചാക്കോയോട് പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ പവാറുമായി സംസാരിച്ച ശേഷമാകും തീരുമാനമെന്നാണ് പിണറായി സൂചിപ്പിച്ചത്. മന്ത്രി A.K. ശശീന്ദ്രൻ, K.K. തോമസ് എന്നിവർക്കൊപ്പം തന്നെ മന്ത്രിമാറ്റം ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോഴായിരുന്നു ഈ ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇതുകൂടാതെ PC ചാക്കോയുടെ കോൺഗ്രസ് പശ്ചാത്തലത്തെ അടക്കം മുഖ്യമന്ത്രി ഇപ്പോൾ സംശയത്തോടെയാണ് കാണുന്നത്. നിരന്തരം കാലുമാറുന്ന ചാക്കോ ഇപ്പോഴത്തെ എൻ.സി.പിയെ ഏത് പാളയത്തിലെത്തിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. PC ചാക്കോ കോൺഗ്രസിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചതായി പാർട്ടിക്കുള്ളിൽ അഭ്യൂഹമുണ്ടായിരുന്നു. പോകുമ്പോൾ 2 MLA-മാരെ ഒപ്പം കൂട്ടുന്നതിനുള്ള മുന്നൊരുക്കം ചാക്കോ നടത്തിയെന്നും അതിലൊരാൾ PV അൻവർ ആണെന്നായിരുന്നു രാഷ്ട്രീയ അണിയറയിലെ സംസാരം. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നത് റിസ്ക് ആയാണ് പിണറായി മുന്നണി നേതാക്കളെയും സൂചിപ്പിക്കുന്നത്. എൻ.സി.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി PV അജ്മൽ അൻവറിന്റെ സഹോദരനാണ്. നിലമ്പൂരിലെത്തിയ ചാക്കോ അൻവറിനെയും കണ്ടിരുന്നു. ആർക്കും രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കാമെന്നും അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്നും ചാക്കോ പിന്നീട് കാസർഗോഡ് പറയുകയും ചെയ്തു. എൻ.സി.പിക്ക് കിട്ടിയ PSC അംഗത്വം വിറ്റുവെന്ന ആരോപണം മുൻപ് ചാക്കോക്കെതിരെ ഉയർന്നിരുന്നു. ഇക്കാരണങ്ങളെല്ലാം പരിഗണിച്ചാണ് മുഖ്യമന്ത്രി മന്ത്രിസ്ഥാനം വേണ്ടെന്ന തീരുമാനം എടുത്തത് എന്നാണ് സൂചന. അതേസമയം മന്ത്രിമാറ്റ ചർച്ചകൾ എങ്ങും എത്താത്തതിൽ കടുത്ത അതൃപ്തി അറിയിച്ച് തോമസ് കെ തോമസ് രംഗത്ത് വന്നിരുന്നു. മന്ത്രിമാറ്റം സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നും അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. സ്ഥാനമാറ്റം വൈകാൻ തനിക്കുള്ള കുറ്റം എന്താണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും തോമസ് കെ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്കെതിരെ സാമ്പത്തിക ക്രമക്കേടെന്ന വാർത്ത പത്രത്തിൽ കണ്ടിരുന്നുവെന്നും എന്നാൽ ഏതാണെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ തീരുമാനമാണ് മന്ത്രിമാറ്റം, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തട്ടുന്നത് എന്നറിയില്ല. മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ തനിക്ക് എന്തെങ്കിലും യോഗ്യത കുറവുണ്ടെങ്കിൽ അത് പറയേണ്ടത് ജനങ്ങളാണ്. ഇന്നലെ തന്നെ വിഷയത്തിൽ തീരുമാനമുണ്ടാകേണ്ടതായിരുന്നു. ഇനി വിഷയം നീട്ടിക്കൊണ്ടു പോകാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരാൾ മന്ത്രിയാകുന്നതും ആകാത്തതും അയാളുടെ തലവിധിയാണ്. പക്ഷെ ഒരാളെ അപമാനിക്കുന്നതിന് പരിധിയുണ്ട്. ഒരു മന്ത്രിസ്ഥാനത്തിനായി ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ സാധിക്കില്ല. ഇനി ആകെ 1 വർഷവും 7 മാസമേ ഉള്ളൂ. യെസ് ആയാലും നോ ആയാലും തീരുമാനം ഉടൻ വേണം. വൈകുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ സാഹചര്യം എന്നാണ് മറുപടി. എന്താണ് ആ രാഷ്ട്രീയ സാഹചര്യമെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.